ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്നുള്ളത് ഒരു ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ മഴയൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ട്. ഇപ്പോൾ മഴ ലേശം നമുക്കിവിടെ ചോർന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് എടുത്തുള്ള ഒരു പുറം ഭാഗത്തെ കാഴ്ചയാണ്. അപ്പം ഈ ഒരു ഡേ ആൻഡ് മൈ ലൈഫിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് ഒരു പിന്നെ ഇഡ്ഡലി, അതുപോലെ അതിനൊരു ചമ്മന്തിക്കറി ആക്കുന്നുണ്ട്. അതിനൊപ്പരം ഒരു കടലാക്രമണം കറിയും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ തലേന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ തലേന്ന് ഇത് കുതിർത്ത് വെക്കണമല്ലോ, അങ്ങനെ കുതിർത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് അരച്ചെടുത്തു. അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും നമ്മളെ ഒരു ദിവസത്തെ കാണിക്കുന്നതാണല്ലോ. അപ്പോൾ ഇന്നത്തെ ആ ദിവസം ചെയ്തത് ഇഡ്ഡലി ആയതുകൊണ്ട് ആ ഇഡ്ഡലി നമ്മൾ അരച്ചെടുത്തു. അപ്പം ഇനി ഇത് പിറ്റേന്നത്തേക്ക് രാത്രി അരച്ചിട്ട് രാവിലെയാണല്ലോ നമ്മളിത് എടുക്കുന്നത്. ഇത് നല്ല വൃത്തിയിൽ അടച്ച് വെക്കണം. അങ്ങനെ രാവിലെയായി. ഒരുപാട് രാവിലെ ഒന്നും എഴുന്നേറ്റില്ല, സ്കൂളില്ലാത്ത സമയമായതുകൊണ്ട് നന്നായി ഉറങ്ങാറുണ്ട് ഗൈസ്. അങ്ങനെ വീണ്ടും നമ്മളെത്തി. അപ്പോൾ ചെറിയൊരു ഓട്സ് പരിപാടിയുണ്ട്. ഓട്സ് എല്ലാ ദിവസമൊന്നുമില്ല, ചില ദിവസം രാവിലെ തന്നെ കുറച്ച് ഓട്സ് ആക്കിയതിന് ശേഷം മറ്റുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ എന്നെ തന്നെ നോക്കി, കാരണം അങ്ങനൊരു കോലത്തിലായതുകൊണ്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി അടുപ്പത്തുണ്ട്. നെക്സ്റ്റ് ചമ്മന്തിയാണ്. നമ്മൾ ചുമന്ന ചമ്മന്തി ഉണ്ടല്ലോ, ചുമന്ന പൊടിയിട്ട് അരക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇഞ്ചി, ലേശം ഉള്ളി ഇതൊക്കെ ചേർത്ത് അരച്ച് കടുക് താളിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ആയി. ഇപ്പോൾ ഓരോ ട്രിപ്പിൻ്റെ അപ്പോൾ 3 ഉള്ള തട്ടായതുകൊണ്ട് 3 എണ്ണം വന്നു. നമ്മൾ അതിനൊരു ചമ്മന്തിക്കറി ഉണ്ടല്ലോ, അപ്പോൾ അതിനൊരു വറവ് കഴിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ കടുക് താളിക്കുക. ഇതിൻ്റെ അകത്ത് വറ്റൽമുളകിട്ടു, കടുകിട്ടു, കറിവേപ്പില ഇട്ടു. അതിനുശേഷം ഈ അരപ്പുണ്ടല്ലോ, അരച്ചെടുത്ത അരപ്പ് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ചെറിയൊരു തിള വരണം, അത്രയേ വേണ്ടൂ. ഒരുപാട് തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ചെറിയ തിള മാത്രം മതി. അപ്പോൾ നമ്മളത് കുറച്ചൊരു തിള വരുന്നവരെ ഇളക്കി കൊടുത്ത് ചേർക്കുകയാണ്. അപ്പം ഇത് ആ കറി ഏതാണ്ടായി. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്നാവുന്നതാണ്. മറ്റുള്ള കറികളൊക്കെ ഒരുപാട് സമയമെടുക്കും. ഇത് നമുക്കൊരു തേങ്ങ അരക്കേണ്ട ആ ഒരു അരപ്പിൻ്റെ ഇത് മാത്രമേ വേണ്ടൂ. അപ്പോൾ നമുക്ക് പെട്ടെന്നായി പെട്ടെന്ന് കിട്ടുന്നുണ്ട്. രാവിലെ എല്ലാം പെട്ടെന്ന് പോകണമെങ്കിലൊക്കെ എടുക്കാം. പിന്നെ ഇതിൻ്റെ ഒപ്പം ഉച്ചക്കേക്ക് വേണ്ടിയുള്ള ഒരു ഇഞ്ചിക്കറി ആക്കിയതാണ്. അപ്പോൾ ഇഞ്ചിക്കറീൻ്റെ റെസിപ്പി ഞാൻ ഒരു മറ്റേ ഷോർട്ട് വീഡിയോൻ്റെ അകത്ത് ഇഞ്ചിക്കറീൻ്റെ റെസിപ്പി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ലേശം ചിക്കൻ പൊരിക്കാനാണ് വെച്ചതാണ്. ചിക്കൻ പൊരിക്കാൻ ഒരുപാടൊന്നും പൊരിക്കാറില്ല, അപ്പം കുറച്ച് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം മോന് മാത്രമേ അതിൻ്റെയൊക്കെ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് നമ്മളൊന്നും പിന്നെ അധികം എല്ലാ ദിവസമൊന്നും കഴിക്കില്ല. അവന് വേണ്ടിയിട്ട് മാത്രമുള്ളത് നമ്മളിവിടെ റെഡിയാക്കി കൊടുത്തു. പിന്നെ പതങ്ങ് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ചെങ്ങനെ ചെറിയ മണി ഓട്സും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ്. അവിടെ തുണി കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വാഷിംഗ് മെഷീനിലോട്ട് ഇടാം, അതിന് വേണ്ടി സെപ്പറേറ്റ് ആക്കി വെച്ചതാണ്. അപ്പം ഏതാണ്ട് ഇതൊക്കെ ആയി വരുന്നുണ്ട്. നെക്സ്റ്റ് അത് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഈ ഒരു നമ്മൾ പിന്നെ ഈ ഒരു പാക്കറ്റിൻ്റെ അകത്ത് വാങ്ങുന്ന ചിക്കനാണ്. അപ്പോൾ അത് ബോൺലെസ് എന്ന് പറഞ്ഞ് ബ്രസ്റ്റ് പീസാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കൊട്ടില്ലാണ്ട് എല്ലില്ലാണ്ട് പീസാക്കി പെട്ടെന്ന് പീസാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ. അപ്പോൾ ഇത് ഒരു കൈനെ കൊണ്ട് ക്യാമറ പിടിച്ച് മറ്റേ കൈനെ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ചെറിയൊരു താമസം അവിടെ വന്നുപോയി. പിന്നെയുള്ളത് ഈ കടലേൻ്റെ പരിപാടിയാണ്. അപ്പോൾ പുതിർത്ത കടല നന്നായിട്ട് കഴുകി നമ്മളത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ആ സമയം കൊണ്ട് ഇതൊക്കെ ആയി, എല്ലാം റെഡിയായി വന്നു. പിന്നെ അത് കുക്കറിൽ നിന്ന് മാറ്റി ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി. അത് അരച്ചിട്ടില്ല, അതിന് മുമ്പുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത്
പിന്നെ കുറച്ച് ഇതുണ്ടല്ലോ തേങ്ങ വറുത്തതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം രാവിലത്തെ കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. പിന്നെ എല്ലാ നേരവും ഇത് എടുത്തില്ല. സിമ്പിൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സമയത്തുള്ള ഒരു കുഞ്ഞു വീഡിയോസാണ്. അപ്പം കടല ഏതാണ്ട് ആയിക്കൊണ്ടിരിക്കലാണ്. അപ്പം ഞാനിങ്ങനെ നോക്കി നോക്കുമ്പോൾ അന്ന് കറണ്ട് വന്നിട്ടാണെന്നില്ല. ഞാൻ കുറച്ച് വറുത്ത തേങ്ങ അതിൻ്റെ അകത്തിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അരച്ച് ചേർത്തത്. അപ്പം ഇവർ പോയി വരുമ്പോൾ അവിടെ നിന്നൊരു പൊക്കോണ് വാങ്ങി വന്നപ്പോൾ അത് പട്ടിക്കിട്ട് കൊടുത്തു. അപ്പോൾ അവനത് കഴിച്ചുകൊണ്ടിരിക്കുന്നൊരു വീഡിയോ നമ്മളിതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ മോർണിംഗ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.